പൈനാപ്പിൾ പച്ചടിയുടെയും അതുപോലെ തന്നെ ബീട്രൂട്ട് കിച്ചടിയുടെയും റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റംസുകളാണല്ലോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ അങ്ങനെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു തേങ്ങ അരിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തേങ്ങാരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. ഇനി ആ ഒരു തേങ്ങാരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണ്ട. എന്നിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബീട്രൂട്ട് കിച്ചടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കടുകൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പച്ചടിയിൽ മാത്രമേ കടുക് പൊടിച്ച് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ വേവിച്ച് കൊടുക്കുന്നതിന് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. പക്ഷേ നമുക്ക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചട്ടിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 2 പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയമായിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഒരു തേങ്ങാരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടിയായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. നമ്മൾ കടുകൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിതിന് പച്ചടി എന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് നമ്മളിത് ഇതുപോലെ കുറച്ച് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ ഈ ഒരു പച്ചടിയും കിച്ചടിയും നമ്മൾ ഇലയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒഴുകി പോവാതെ ഇതുപോലെ നിൽക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്